അങ്ങനെ എനിക്ക് 2025 തുടങ്ങാൻ സമയമായിരിക്കുന്നു. ന്യൂ ഇയറിന് എനിക്ക് ലഭിച്ച 2 സമ്മാനങ്ങൾ ഞാനിവിടെ അൺബോക്സ് ചെയ്യുകയാണ്. എന്തേ ഇത്ര വൈകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ജീവിതത്തിലെ 2 മേഖലകളിലേക്ക് വഴിമാറിപ്പോയെങ്കിലും കാലം അവരെ വീണ്ടും ഒന്നിപ്പിക്കും. 2024 ഉപയോഗിക്കാത്ത പ്ലാനുകളും നടപ്പിലാവാത്ത പ്ലാനുകളും ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് ഈ വർഷം ഇവയൊന്നും വേണ്ട എന്നായിരുന്നു എൻ്റെ ആദ്യ തീരുമാനം. ഒരു നിമിത്തം എന്നോണം ഈ വർഷത്തെ എൻ്റെ ഒരേ ഒരു പ്ലാനർ എനിക്ക് സമ്മാനിച്ചത് ശ്രീലക്ഷ്മിയാണ് കേട്ടോ. 2025 തുടങ്ങുമല്ലേ, അപ്പോൾ ഒരു കലണ്ടറൊക്കെ ആകാല്ലേ. ഈ ആളുടെ പേര് റിവീൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാട്ടോ. എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ മാസവും നടന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടൊരു കലണ്ടർ രൂപത്തിലാക്കിയാണ് കക്ഷി എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയതിൽ വെച്ച് ഒരു വലിയ ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്ന നല്ല മനസ്സുകൾ എൻ്റെ ചുറ്റിനുമുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ് 2025 വ്യക്തമായൊരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ഈ 2 സുഹൃത്തുക്കൾക്കും ഗിഫ്റ്റുകൾ നൽകിയ എല്ലാവർക്കും സ്നേഹവും നല്ലൊരു വർഷവും ആശംസിക്കുന്നു.